അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാണുന്ന വ്യക്തി ഹനീഫ് ഉസ്താദാണ്. ഹാർട്ടിന് എന്തോ ഒരു തകരാറ് വന്നപ്പോൾ ആ മഖാമിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം അല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞ് ലോകത്തോട് വിടവാങ്ങുന്ന സുന്ദരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ മരണമാണ്. നമ്മളെല്ലാവരും കൊതിച്ചു പോകുന്ന മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആളുകൾ പറയുന്നു അദ്ദേഹം കണക്കിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഖുർആനും ദിക്റും സിയാറത്തിലുമായി ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം മംഗലാപുരത്തുള്ള ഇറുവയിലുള്ള ഹസ്രത്ത് ഡോക്ടർ അബൂബക്കർ വലിയുള്ള എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് മുമ്പിലുള്ള ആ മഖാമിനോട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ആ മഖാമിന്റെ അരികിലേക്ക് പോയി സിയാറത്തും ഖുർആനും യാസീനും പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നു. അവസാനം ആ മഹാന്റെ ചാരത്ത് വെച്ച് തന്നെ ലോകത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔലിയാക്കളോട് ബന്ധം പുലർത്തുന്ന ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി